ഹലോ മുത്തുമണീസ്, ഇന്ന് ഞാൻ ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചായ ഉണ്ടാക്കുകയാണ്. ചായ നന്നായിട്ട് വെള്ളം വെട്ടി തിളക്കണ സമയത്ത് ചായപ്പൊടി ഇട്ടിട്ട് അത് നന്നായി തിളച്ചതിന് ശേഷം അത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പുട്ടും കടലയാണ് കേട്ടോ. അപ്പോൾ കടല തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു. അത് നന്നായി കഴുകിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളി, തക്കാളി, അതുപോലെ പച്ചമുളക് അത് ആവശ്യത്തിനുള്ളത് അരിഞ്ഞു വെക്കാം. എന്നിട്ടത് എല്ലാതും കൂടെ ഞാൻ ഒരുമിച്ച് കുക്കറിലിട്ട് വേവിക്കുക കേട്ടോ. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുക്കറിലിട്ട് വേവിക്കുന്നത്. അങ്ങനെ തലേന്ന് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ തന്നെ പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക്, ഇതൊക്കെ കുറച്ചേട്ടാ മുളകൊക്കെ ഇടുന്നുള്ളൂ, എരിവിന് ആവശ്യത്തിനനുസരിച്ച്. പിന്നെ പാകത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. അതിന് ശേഷം നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറി റെഡി ആവാനായി. നമ്മുടെ പുട്ടിലേക്കുള്ള കടലക്കറി റെഡി ആവാനായി. ഇനി അടുത്തത് പുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സ്റ്റീം മെയ്ഡിൻ്റെ പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല പുട്ടുപൊടിയാണ്. വെറും 80 രൂപയിട്ട് അതിനുള്ളൂ. എന്നാലൊരു 3-4 ദിവസത്തിന് ഞങ്ങൾക്കത് ഉപയോഗിക്കാനുണ്ട് കേട്ടോ. നല്ല പുട്ടുപൊടി, വളരെ കുറഞ്ഞ പൊടി എടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഉപ്പ് കലക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് ഒരുപാട് സമയം ഇങ്ങനെ കയ്യിലിട്ട് കുതിർത്തിയെടുത്താൽ അത് പൊങ്ങി പൊങ്ങി വരും. കുറച്ച് പൊടി എടുത്താൽ മതി. കുറച്ച് തോനെ വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിക്കുക. എന്നിട്ട് ഇങ്ങനെ പൊടി ഇങ്ങനെ കലക്കി എടുക്കുക കേട്ടോ. കലക്കി എടുക്കല്ല, ഇങ്ങനെ കുതിർത്ത് പുട്ടിന് നമ്മൾ പൊടി കുതിർത്തുന്നത് പോലെ ഈ ഒരു പൊടി ഇങ്ങനെ കുതിർത്ത കുറേ സമയം നമ്മളിങ്ങനെ ആ പുട്ടിൻ്റെ പൊടി കയ്യിലിട്ട് ഇങ്ങനെ കുതിർത്തിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ആ പൊടി ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നത് കാണാൻ നമുക്ക് പറ്റും. അപ്പോൾ വളരെ കുറഞ്ഞ പൊടി നമ്മൾ എടുത്താൽ മതി. എന്നാൽ തന്നെ നമുക്ക് ഒരു 3-4 കുറ്റി പുട്ട് എടുക്കാനുള്ളത് തന്നെ ഉണ്ടാകും. ഇപ്പോൾ കണ്ടോ, വളരെ കുറച്ച് പൊടി ഞാൻ എടുത്തിട്ടുള്ളായിരുന്നു. നല്ല നൈസ് പൊടിയാണ് കേട്ടോ, ഒരു തരി തരി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ കൂടെ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. പുട്ട് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ കുറച്ച് തേങ്ങ ഇടും, പിന്നെ ആ പൊടി ഇടും. നല്ല നൈസായിട്ടുള്ളൊരു പുട്ടായിരിക്കും. കഴിക്കാനും തന്നെ നല്ലൊരു രസമാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന പുട്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. മറ്റേ നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഹോം മെയ്ഡിൻ്റെ സ്റ്റീം മെയ്ഡ് ആയിക്കാണ്ടുള്ള ഈ ഒരു പുട്ടുപൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള പുട്ട്. അതിൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്, മുതിർന്നവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മളൊരു കുറ്റിക്കുള്ള പുട്ട് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളത് അടച്ച് വെച്ചിട്ട് നമ്മളത് വേവിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കുക. വെള്ളം നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം അതിലേക്ക് ആവി കയറൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയല്ലേ പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മുടെ പുട്ടിവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി ആവി കയറി നല്ലപോലെ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കുത്തി കൊടുക്കാം. കണ്ടില്ല, വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ആ പുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറച്ച് ആളുകളെ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറച്ച് പൊടിയും അതുപോലെ അതുകൊണ്ടുള്ള പുട്ടും വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞു. ഇനി അടുത്തത് ഞങ്ങൾ കടല വേവിച്ച് വെച്ചതുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് തൂമ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി നമ്മൾ ചെറിയതായിട്ടൊന്ന് അരിയുക, പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. എണ്ണ മൂത്തതിന് ശേഷം നമ്മളത് കുക്കറിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കടലക്കറി നമ്മൾ അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അത് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുട്ടും കടലയുടെ കറിയും അതുപോലെ ചായക്കും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സ് ഉണ്ടാക്കണം. അതുപോലെ ഉച്ചയ്ക്ക് ചോറിനുള്ള കൂട്ടാനും വേണം. അപ്പോൾ അവൾ ഇന്ന് കൊണ്ടുപോകുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, കുറച്ച്
ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടുകൊണ്ട് ഞാൻ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കയ്യിലിട്ട് തിരുമ്പുകയാണ്. ഈ മസാലകളൊക്കെ അതിന്മേൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് എരിവ് തീരെ ഇഷ്ടമല്ല കേട്ടോ, അല്ലെങ്കിൽ അതിലേക്ക് പെപ്പർ പൊടിയൊക്കെ ഇട്ടാൽ നല്ല രസമാണ്. അത് ചിക്കൻ മസാലേൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. പക്ഷെ അവൾക്ക് വല്ലാതെ എരിവ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇത്രയും ഞാൻ ഇടാറുള്ളൂ എന്നും. എന്നിട്ട് നമ്മളൊരു പാൻ അവിടെ ചൂടാക്കി വെക്കുക. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഉരുളക്കിഴങ്ങ് അതിൽ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം മാത്രം നിങ്ങളിത് വേവിക്കാൻ നോക്കട്ടോ. അങ്ങനെ പരത്തിയിട്ടിട്ട് വേവിക്കുക. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കട്ടിയിലാണെങ്കിൽ നമ്മളിങ്ങനെ ഒരുപാട് സമയം അടുപ്പത്ത് വെക്കേണ്ടി വരും. വളരെ നൈസായിക്കൊണ്ട് അരിഞ്ഞതാണ് കേട്ടോ എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ ഇതും. അത് പെട്ടെന്ന് തന്നെ അപ്പോൾ നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. കരിയാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എണ്ണ ചുറ്റിച്ച് കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ അത് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ. അപ്പോൾ അവൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവൾക്ക് ഉച്ചക്ക് സ്കൂളിൽ നിന്നുള്ള ചോർക്കുള്ള കൂട്ടാനാണിത്, ഉരുളക്കിഴങ്ങിൻ്റെത്. അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി, ചെറിയരിക്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവൾക്ക് മാത്രം മതി. ഞങ്ങൾ വീട്ടിലുള്ള വേറെ ആരും ചെറിയരിക്കഞ്ഞി കുടിക്കാറില്ല. അപ്പോൾ ഈ ചെറിയരിക്കഞ്ഞി കൊണ്ട് ചെറിയരിക്കഞ്ഞി ഒന്ന് അവൾക്ക് മാത്രമായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് കുക്കറിലൊന്ന് കഴുകിയിട്ട് ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കാം. ഒരു പുട്ടിന് കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടലക്കറിയും കൂടെ ഒഴിക്കുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ. ഈ ഒരു പുട്ടിൻ്റെ കടലക്കറിയും കൂടെ ഒരുമിച്ചാവുമ്പോൾ നല്ലൊരു കോമ്പിനേഷനുമാണ്. അതുപോലെ തന്നെ നല്ലൊരു വാസനയാണ്, നല്ലൊരു മയം. കഴിക്കാനും തന്നെ നമുക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ ചെറിയരിക്കഞ്ഞി റെഡിയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ഇനി സ്നാക്സ് കാണിക്കാം. അവളിന്ന് സ്കൂളിൽ അവൾക്ക് സ്കൂളിലേക്ക് വേണ്ട സ്നാക്സ് നിന്ന് കൊടുത്തയക്കുന്നത് കുറച്ച് മുന്തിരിയും അതുപോലെ ഒരു മുസമ്പിയുടെ കഷ്ണങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടതുകൊണ്ട് കേട്ടോ. വളരെ കുറച്ചാണ് കൊണ്ടുവരാൻ പാടുള്ളൂ സ്കൂളിലേക്ക്. കാരണം 11 മണിക്കാണ് അവരിത് കഴിക്കുന്നത്. 12 12:15 ആകുമ്പോൾ അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കും. അപ്പോൾ ഒരുപാട് സ്നാക്സ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിക്കില്ല എന്ന് ടീച്ചേഴ്സ് പരാതി പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉച്ചക്കുള്ള കൂട്ടാനാണ് ഉരുളക്കിഴങ്ങ്. അത് ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും. അതിലേക്കൊരു എക്സ്ട്രാ കൂട്ടാനും കൂടിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തയക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ടിട്ടുള്ള കമൻസ് ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ.